നമസ്കാരം. നാളെ 2024 ജൂൺ 20 മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളവർ, അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ, അതുപോലെ തന്നെ BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീല റേഷൻ കാർഡ് ഉടമകൾ, APL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വെള്ള റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുക. വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത്, മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 41 ലക്ഷത്തോളം വരുന്ന കാർഡ് ഉടമകൾക്ക് നൽകുവാനായിട്ട് ഈ മാസം എല്ലാ റേഷൻ ഷോപ്പുകളിലും സ്റ്റോക്ക് തികയില്ലെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. മുൻ മാസങ്ങളിൽ റേഷൻ കാർഡ് ഉടമകൾ വാങ്ങിക്കാതെ ബാക്കിയുള്ള സ്റ്റോക്ക്, അത് ഈ ജൂൺ മാസത്തിൽ കുറച്ച് പേർക്ക് വിതരണം ചെയ്തത് ഒഴിച്ചാൽ നടപ്പ് മാസം വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ റേഷൻ കടകളിൽ സ്റ്റോക്കില്ല. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി കരാറുകാർക്ക് പണം നൽകാതായതോടുകൂടി അവർ ഇപ്പോൾ സമരത്തിലാണ്. ഇതാണ് റേഷൻ കടകളുടെ ഇപ്പോഴത്തെ ഈ ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. 70 കോടിയോളം രൂപ ഇത്തരത്തിൽ വാതിൽപ്പടി വിതരണക്കാർക്ക് നൽകാനായിട്ടുണ്ട്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റേഷൻ കടകളിൽ സാധനം വാങ്ങാനായിട്ട് വരുന്നവർ വെറും കൈയോടെ നിരാശരായിട്ട് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. വിൽക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചുള്ള കമ്മീഷനാണ് റേഷൻ കടക്കാരന് ലഭിക്കുന്നത്. എന്നാൽ യഥാസമയം ഈ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാത്തത് മൂലം റേഷൻ വ്യാപാരികൾക്ക് വരുമാന നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മിക്കയിടങ്ങളിലും മുൻഗണന ഇതര വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡിനുള്ള അരി മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്കുള്ളത്. BPL വിഭാഗമായിട്ടുള്ള നീല കാർഡിനുള്ള 4 കിലോ സ്പെഷ്യൽ അരിയും ഇപ്പോൾ സ്റ്റോക്കില്ല. കേന്ദ്ര സർക്കാർ ഓരോ വിഭാഗത്തിനും അനുവദിക്കുന്നതായിട്ടുള്ള റേഷൻ വിഹിതം അത് അതേ വിഭാഗത്തിനാണ് നൽകുന്നതെന്ന് ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അരി ക്രമീകരിച്ച് നൽകുവാനായിട്ട് സർക്കാർ പ്രത്യേക ഉത്തരവിറക്കണം. ജൂണിലെ റേഷൻ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ നിന്നും സപ്ലൈകോയുടെ NFSA ഗോഡൌണുകളിൽ എത്തിയിട്ടുണ്ട്. അവിടങ്ങളിലെ കയറ്റിയിറക്ക തൊഴിലാളികളും പണിമുടക്ക് പ്രഖ്യാപിച്ചതും ഇപ്പോൾ ഏറെ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. കരാറുകാരുമായിട്ടോ അല്ലെങ്കിൽ തൊഴിലാളികളുമായിട്ടോ ചർച്ചയ്ക്ക് സപ്ലൈകോയോ അല്ലെങ്കിൽ സർക്കാരോ ശ്രമിച്ചില്ലെന്ന ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധനകൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ ഏകദേശം 54 ലക്ഷത്തോളം രൂപയാണ് പിഴയായിട്ട് ഈടാക്കിയിരിക്കുന്നത്. നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും കൈമാറാത്ത അനർഹമായിട്ടുള്ള കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്നാണ് ഇത്രയും തുക പിഴയായിട്ട് ഈടാക്കിയത്. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് 43% ആളുകൾക്ക് മാത്രമാണ് മുൻഗണനാ കാർഡിന് അർഹതയുള്ളത്. അത് പൂർണ്ണമായിട്ട് നൽകി കഴിഞ്ഞതിനാൽ തന്നെ അവരെ ഒഴിവാക്കിയാൽ മാത്രമേ അർഹതയുള്ള ബാക്കിയുള്ളവർക്ക് ഈ ഒരു കാർഡ് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അനർഹർ ഇത്തരത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കുന്നത് തുടരുന്നത് മൂലം അർഹതപ്പെട്ടവരുടെ അവസരം ഇപ്പോൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പരിശോധനയിലൂടെ പിടികൂടിയ റേഷൻ കാർഡുകളെല്ലാം തന്നെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുന്നതായിരിക്കും. അനർഹർ മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാനായിട്ട് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ വാട്സാപ്പ് നമ്പറിലേക്കും ഇപ്പോൾ നിരവധി പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ജോലിയുള്ളവരും അതുപോലെ തന്നെ വിദേശത്ത് ഉയർന്ന വരുമാനമുള്ളവരും അതുപോലെ തന്നെ വലിയ ആഡംബര വീടുകളൊക്കെ നിർമ്മിച്ചവരും മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരിൽ പെടുന്നതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള ആളുകൾ നേരത്തെ താമസിച്ചിരുന്ന ഷെഡോ അല്ലെങ്കിൽ തകർന്നു വീഴാറായിട്ടുള്ള വീടോ അതേപടി നിലനിർത്തിക്കൊണ്ട് ഈ കെട്ടിട നമ്പറിൽ മാതാപിതാക്കൾക്ക് ഈ കാർഡ് നിലനിർത്തുന്നതാണ് ഒരു രീതി. ഉയർന്ന ശമ്പളത്തിൽ ഇത്രയും ജോലി ചെയ്യുന്നവരും ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരും അതുപോലെ തന്നെ ആഡംബര നികുതി അടയ്ക്കുന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തരത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചതെന്നും ഇത്തരത്തിൽ പരിശോധനയിൽ കണ്ടെത്തുകയുണ്ടായി. ഇവിടെ ഓർക്കേണ്ട പ്രധാന കാര്യം, ദുരുപയോഗം ചെയ്ത സാധനങ്ങളുടെ കമ്പോള വിലയാണ് പിന്നീട് പിഴയായിട്ട് ഈടാക്കുന്നത്. ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കടകളിലെ POS മെഷീനിൽ വിരലമർത്തിയുള്ള മസ്റ്ററിങ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകളും അതുപോലെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് പിങ്ക് കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളുമാണ് ഈ ഒരു KYC അപ്ഡേഷൻ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ നിങ്ങൾ റേഷൻ കടകളിലെത്തി പൂർത്തീകരിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ നടപടി സെർവർ തകരാറുകൾ കാരണം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 20% ആളുകൾ മാത്രമാണ് ഇതിപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ റേഷൻ കടകളിലൊക്കെ സമയം അത് പഴയപടിയായിട്ടുള്ള സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ
ഇലക്ഷനൊക്കെ ഇപ്പോൾ അവസാനിച്ച പശ്ചാത്തലത്തിലും ഈ ജൂൺ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തോടെയോ ആയിരിക്കും മസ്റ്ററിംഗ് സംബന്ധിച്ച നടപടികൾ ആരംഭിക്കുവാനുള്ള കൂടുതൽ സാധ്യത. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ ഒരു മസ്റ്ററിംഗ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അധികം വൈകാതെ നമ്മുടെ സംസ്ഥാനത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.